ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്ന ഒരു വീഡിയോ ആണ് എടുത്തത്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ സ്നേഹിക്കണ കുറച്ച് പേരെങ്കിലും ഉണ്ട്. എൻ്റെ വീഡിയോസ് കാണുന്നവർ കുറച്ച് പേരെങ്കിലും ഉണ്ട്. വിരലിൽ എണ്ണാവുന്ന പേര് എൻ്റെ വീഡിയോസ് കാണുന്നവരുള്ളൂ. അപ്പം അവർക്കറിയാം എൻ്റെ പരിമിതികൾ, എൻ്റെ സാഹചര്യങ്ങൾ, എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ. ഞാനൊരു സ്വന്തം വീട്ടിലല്ല താമസിക്കുന്നത്. അപ്പോൾ എൻ്റെ ജോലി സ്ഥലത്തും ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ എൻ്റെ വീഡിയോസ് എനിക്ക് എല്ലാവരും ഇടുന്ന പോലെ കണ്ടിന്യൂ വീഡിയോ ഇടാനും പറ്റണില്ല, കുക്കിംഗ് വീഡിയോ ഇടാൻ പറ്റുന്നില്ല. എനിക്ക് ആരെങ്കിലുമൊക്കെ തരുന്ന ഭക്ഷണമാണ് ഞാൻ ഈ വീഡിയോസായിട്ട് കാണിക്കുന്നത്. എൻ്റെ ജോലി ചെയ്യുന്നിടത്ത് അവരെനിക്ക് ദാനം തരുന്നതോ, എനിക്ക് ഭക്ഷണം അവർ തരണമല്ലോ. അപ്പോൾ ആ തരുന്ന ഭക്ഷണമാണ് ഞാൻ ഷോർട്ടായാലും ഒക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന വീഡിയോസുകൾ. എൻ്റെ ജോലി സ്ഥലത്ത് ഞാൻ കഴിക്കുന്ന ഭക്ഷണങ്ങളാണ്, എൻ്റെ വീട്ടിൽ സ്വന്തം വീട്ടിൽ വെക്കുന്ന ഭക്ഷണങ്ങളല്ല കേട്ടോ. അപ്പോൾ അത് എൻ്റെ മുന്നിൽ വരുന്ന ഭക്ഷണ സാധനങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു വീഡിയോ ആയിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഞാനൊരു വീഡിയോസാക്കി ഇടുന്നത് കേട്ടോ. അപ്പം അതിൽ ഒരുപാട് കുറവുകളോ കുറ്റങ്ങളൊക്കെ ഉണ്ടാവും. എല്ലാവരും മാക്സിമം അതൊക്കെ ക്ഷമിക്കണമെന്നേ എനിക്ക് പറയാറുള്ളൂ. പിന്നെന്താണ്, അപ്പോൾ ഇന്ന് ഞാനിങ്ങനെ വിചാരിച്ചു എന്ത് വീഡിയോ ഇടുമെന്നൊക്കെ വിചാരിച്ചപ്പോഴാണ് ഞാനൊരു കാര്യം ചെയ്യാം എപ്പോഴും ഞാൻ ഷോർട്ടൊക്കെ അല്ലേ ഇടുന്നത്. ഇപ്പം ഇങ്ങനെ ഒരു ചോറുണ്ടെന്ന ഒരു വീഡിയോസ് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നിവിടെ ചീനിയും ചിക്കൻ കറിയും പയറ് മെഴുക്കുവരട്ടി, ഇന്നലത്തെ മീൻ കറിയും നമ്മുടെ നല്ല കാച്ചിമോരും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ എപ്പോഴും കറിയും കൂട്ടാനൊക്കെ നന്നായിട്ടുണ്ട്, നല്ല ടേസ്റ്റുമാണ്. നല്ല ടേസ്റ്റുള്ള കറികളാണ് ഇവിടുത്തെ എല്ലാം കേട്ടോ. അതുകൊണ്ട് ഒന്നും പറയാനില്ല, നല്ല സൂപ്പറാണ്. അങ്ങനെ ഇപ്പോൾ ഞാൻ വിചാരിച്ച് ഒരു വീഡിയോസ് അങ്ങ് ഇടാമെന്ന്. അപ്പോൾ രാത്രിയൊക്കെ ഞാൻ മാക്സിമം ചോറ് കഴിക്കാതിരിക്കാനാണ് നോക്കുന്നത്. എനിക്ക് നല്ല ഇച്ചിരി സാമാന്യം പൊണ്ണത്തടി ഉള്ള ഒരാളാണ്. പൊണ്ണത്തടി എന്ന് പറഞ്ഞാൽ ഒരു 60 കിലോയുടെ മേളിൽ എനിക്ക് വെയിറ്റുള്ള ആളാണ്. അപ്പം ഞാൻ കഴിയുന്നതും ചോറ് കഴിക്കാതെയൊക്കെ ഇരിക്കാനാണ് ഞാൻ നോക്കുന്നത്. രാത്രി ഉച്ചയ്ക്ക് അപ്പം കഴിക്കുമ്പോൾ ഇച്ചിരിയും കൂടെ ഞാൻ കൂട്ടിയല്ല, ഉച്ചയ്ക്ക് കഴിക്കുമ്പോൾ ഒരു 2-3 സ്പൂൺ 2-3 തവി ചോറ് ഞാൻ കഴിക്കും. ഇതിപ്പോൾ അത്രയൊന്നും ഇല്ല, എന്നാലും സാധാരണ മുമ്പൊക്കെ കഴിച്ചുകൊണ്ടിരുന്നതെന്നും അളവൊക്കെ കുറച്ചിട്ടാണ് ഞാനിപ്പോൾ കഴിക്കുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് ഇച്ചിരി തടിയുള്ള കൂട്ടത്തിലായതുകൊണ്ട് ഒന്ന് തടി കുറയ്ക്കാച്ചാൽ നമ്മുടെ ശരീരത്തിന് അത് നല്ലത് തന്നെയല്ലേ. അപ്പം ഞാൻ ഈ വറുക്കൽ കരിക്കൽ അങ്ങനെയുള്ളതൊക്കെ മാക്സിമം ആക്കുന്നുണ്ട്. ഇപ്പം മുമ്പൊക്കെ കഴിക്കുമായിരുന്നു. മീൻ വറുത്തൊക്കെ അങ്ങനെ കഴിക്കാറില്ല. വല്ലപ്പോഴും വല്ല ആണ്ടിൽ വീട്ടിൽ കുഞ്ഞുങ്ങളടുത്തൊക്കെ പോകുമ്പോഴാണ് മീനൊക്കെ വറുത്തത് കഴിക്കുന്നത് കേട്ടോ. കൊതിയുണ്ട് കഴിക്കാൻ, എന്നാലും മാക്സിമം നമ്മൾ അങ്ങനെയൊക്കെ ഒഴിവാക്കി വിടുവാണ്. ശരീരം നമ്മൾ കുറച്ചൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ നോക്കുവാണ്. അപ്പോൾ അതുകൊണ്ട് ഉച്ചയ്ക്ക് എടുത്ത ഊണാണ് ഞാനിപ്പോൾ ഈ കഴിക്കുന്നത്. രാത്രി വല്ല ദോശയോ അങ്ങനെ എന്തെങ്കിലും ആണ് കഴിക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ മടിയിൽ വെച്ചിട്ടാണ് ചോറുണ്ണുന്നത്. അതുകൊണ്ട് എനിക്ക് വീഡിയോ നന്നായിട്ടൊന്നും പിടിക്കാനൊന്നും പറ്റുന്നില്ല. എന്നാലും എൻ്റെ കഴിയുന്നത് പോലെ ഞാൻ വീഡിയോ പിടിച്ചു. നിങ്ങൾക്കറിയാമല്ലോ, മടിയിൽ വെച്ച് ചോറുണ്ണപ്പം ഒരു കയ്യിൽ ചോറ് ഒരു കയ്യിൽ ഫോണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ വീഡിയോ കംപ്ലീറ്റായിട്ട് എടുക്കാൻ പറ്റുന്നില്ല. എന്നാലും എന്നെ കഴിയുന്ന പോലെ ഞാൻ എടുക്കുന്നുണ്ട്. നിങ്ങളുടെ മുമ്പിൽ ഈ വരുന്ന ഭക്ഷണമൊക്കെ ഞാൻ നിൽക്കുന്ന വീട്ടിൽ ആ വീട്ടുകാരെനിക്ക് തരുന്ന ഭക്ഷണമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് കേട്ടോ. അല്ല, എൻ്റെ സ്വന്തം വീട്ടിലെ ഭക്ഷണങ്ങളൊന്നും അല്ല കേട്ടോ. ഞാൻ ജോലി ചെയ്യുന്ന വീട്ടിലെ ഭക്ഷണങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ എത്തിക്കുന്നത്. അല്ലാതെ എൻ്റെ സ്വന്തം വീടല്ല. എൻ്റെ സാഹചര്യങ്ങളൊക്കെ മിക്കവാറും എല്ലാവർക്കും എൻ്റെ വീഡിയോസ് കണ്ടിന്യൂ കാണുന്നവർക്ക് അറിയായിരിക്കും എൻ്റെ സാഹചര്യങ്ങളൊക്കെ. അപ്പോൾ എനിക്ക് എൻ്റെ മുന്നിൽ ദാനമായിട്ട് എത്തുന്ന ഭക്ഷണമാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അപ്പം നമുക്ക് സ്വന്തമായിട്ട് ഒന്നും ചെയ്ത് വീഡിയോ കാണിക്കാനെന്നുള്ള ഒരു സാഹചര്യമോ അങ്ങനെ ഒന്നുമില്ല. പിന്നെ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളടുത്ത് പോകുമ്പോഴും ആണ് ഞാൻ കുറച്ചെങ്കിലും നമ്മുടെ എന്ന് പറഞ്ഞ് ഇടുന്ന വീഡിയോസ്. നമ്മുടെ വീട്ടിൽ
വീഡിയോ ഇടുന്നത്. അത് ചിലപ്പം എല്ലായിടത്തും നമുക്ക് എപ്പോഴും വീഡിയോ ഇടണമെങ്കിൽ അതിനൊക്കെ തക്കവണ്ണ സാധനങ്ങളും കാര്യങ്ങളും ഒക്കെ വേണമല്ലോ. നമുക്ക് അങ്ങനെയൊന്നുമില്ല കേട്ടോ. നമ്മൾ കയ്യിൽ കിട്ടുന്നതൊക്കെ വെച്ചിട്ട് നമ്മൾ എന്തുകൊണ്ടൊരു കൂട്ടാൻ വെക്കുന്നു അത് തന്നെ നമ്മൾ യൂട്യൂബിൽ എൻ്റെ വീഡിയോസിലൊക്കെ ഞാൻ കാണിക്കുന്നത്. അല്ല വീഡിയോയ്ക്ക് വേണ്ടി നമ്മൾ പ്രത്യേകിച്ച് പോയി സാധനം മേടിക്കാനോ അല്ലെങ്കിൽ അത് ഇത്ര ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വെക്കുകയുള്ളൂ, അങ്ങനെയൊന്നുമില്ല. ഞാൻ എന്ത് വെച്ചാലും അതെൻ്റെ ചാനലിൽ അത് വരും. കഴിയുന്നതും ഞാൻ ഇടാനാണ് നോക്കുന്നത്. ഇല്ലെങ്കിൽ ഇല്ലാത്ത പോലെ. നമുക്കിപ്പം വലിയ വലിയ യൂട്യൂബേഴ്സിനെ പോലെ എല്ലാ സാധനങ്ങളും കൊണ്ട് നമുക്ക് ഒരു കുക്ക് ചെയ്ത് ഇടാൻ പറ്റണ സാഹചര്യം അല്ലല്ലോ നമ്മുടേത്. എല്ലാവർക്കും അങ്ങനെയൊന്നും പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും അങ്ങനെയൊന്നും പറ്റത്തില്ലല്ലോ. അപ്പോൾ നമ്മളെ കഴിയുന്നത് പോലെ നമ്മൾ ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ കൊണ്ടുവരുന്നത്. അല്ലാതെ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ടൊന്നും ഒന്നും ചെയ്യണില്ല. നമുക്കങ്ങനെ ഒന്നും അറിയത്തില്ലെന്നല്ല, നമുക്ക് അതിനുള്ള പാങ്ങൊന്നുമില്ല, അതിനുള്ള ഇതൊന്നും നമുക്കില്ല. അതുകൊണ്ട് നമ്മൾ ഉള്ളത് വെച്ചിട്ട് ചെയ്യുന്ന ആളാണ്. ഇപ്പം എനിക്ക് എൻ്റെ സ്വന്തം വീട്ടിൽ ചെന്നിരുന്ന് വീഡിയോ ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ജോലി ചെയ്യുന്ന ഒരാളാണ്. ഒരു വീട്ടിൽ നിന്നിട്ട് ജോലി ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് ഞാൻ കുക്കിംഗ് അല്ല ഞാൻ പ്രായമുള്ളവരെ നോക്കുന്ന ജോലിയാണല്ലോ എൻ്റേത്. അപ്പം അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും